ഹലോ എവറി വൺ. യെസ്, സോ എല്ലാവരുടെയും +1 +2 റിസൾട്ടൊക്കെ വന്നു. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഗ്രൂപ്പിൽ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. കുറേ പേര് താങ്ക്സ് ഒക്കെ പറഞ്ഞു ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ. സോ ഓവറോൾ ഹാപ്പിയാണ്. ചിലവർക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി, ഇതൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസൾട്ട് കഴിഞ്ഞാൽ. സോ അതിനെപ്പറ്റി ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം, അതിനെപ്പറ്റി ഫുൾ വീഡിയോ, അതായത് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയാലോ അങ്ങനത്തെ വിചാരിക്കുന്ന കുട്ടികളുണ്ട്. എന്താണ് സ്ക്രൂട്ടിനി? അത് കേൾക്കുമ്പോൾ തന്നെ സൂക്ഷ്മ പരിശോധന, അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എന്താ സംഭവം എന്ന് ചെയ്യുന്നില്ല. സോ അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോന്ന് എത്ര പൈസയാണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളത് അതാണ് നിങ്ങൾ മെയിൻ എയിമെങ്കിൽ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ, സോ യെസ്, ഫസ്റ്റ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 13/8, അതായത് ഓഗസ്റ്റ് 13 മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പൈസ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇതാരുടെ കയ്യിലാണ് പൈസ കൊടുക്കേണ്ടത്? നിങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പൈസ കൊടുത്താൽ മതി. പുനഃമൂല്യനിർണ്ണയം, അതായത് റീവാലുവേഷൻ, അതിന് ഒരു പേപ്പർ, അതായത് ഒരു സബ്ജക്റ്റിന് 850 രൂപയാണ്, 850 റുപ്പീസ്. ഓക്കെ, അപ്പോൾ എന്താണ് പുനഃമൂല്യനിർണ്ണയം, റീവാലുവേഷൻ? നിങ്ങളുടെ പേപ്പർ, ഓക്കെ, നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും, പുതിയൊരു ടീച്ചർ, നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു ടീച്ചർ കറക്റ്റ് ചെയ്തു, അതിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത്. ആ ടീച്ചറുടെ മാർക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ആദ്യം കറക്റ്റ് ടീച്ചർ 3 മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ആ 3 മാർക്കിനെ ഈ രണ്ടാമത്തെ ടീച്ചർ എന്ത് ചെയ്യും, ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പുതിയൊരു മാർക്ക് ഇടും. ആ ടീച്ചർക്ക്, പുതിയ ടീച്ചർക്ക് ഒരിക്കലും സെയിം ആയിരിക്കില്ല റിവാലുവേഷൻ നോക്കുന്ന ടീച്ചർ. സോ ആ ടീച്ചർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എത്ര മാർക്ക് കൊടുക്കണമായിരുന്നു എന്ന് തോന്നുന്ന മാർക്ക് വീണ്ടും ഇടും. അങ്ങനെ നിങ്ങളുടെ പേപ്പർ ഫുൾ ഒന്നും കൂടിയും ചെക്ക് ചെയ്യും, എല്ലാ മാർക്കും ഒന്നും കൂടിയും ഇടും. അതായത് എല്ലാ മാർക്കും കൂട്ടിയിടുന്നല്ല, ഈ ടീച്ചർക്ക് എത്രയാണോ കറക്റ്റ് വന്നത് ആ മാർക്ക് നിങ്ങൾക്ക് ഇടും. ഇതാണ് റീവാലുവേഷൻ. ഇനി രണ്ടാമത്തെ, ഇതിൽ ഏറ്റവും വലിയ ഡൗട്ടാണ്, റീവാലുവേഷൻ്റെ മാർക്ക് കുറഞ്ഞു, അതായത് അങ്ങനെ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മാർക്ക് കിട്ടിയ മാർക്കിനേക്കാളും കുറയാൻ ചാൻസ് ഉണ്ട് റീവാലുവേഷനിൽ. സോ അങ്ങനെ കുറഞ്ഞാൽ ആ മാർക്കാണോ എടുക്കാൻ? അല്ല. റീവാലുവേഷനിൽ അതായത് ഫസ്റ്റ് തന്നെ വാലുവേഷൻ വരുന്നത്, സെക്കൻഡത്തെ റീവാലുവേഷൻ. ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതിനാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് അതായിരിക്കും നിങ്ങളെ ഒഫീഷ്യലി നിങ്ങളുടെ റിപ്പോർട്ട്സിൽ കാണിക്കാൻ പോകുന്ന മാർക്ക്. ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ വേറൊരു റിപ്പോർട്ട് കൂടി ഉണ്ട്, പക്ഷേ അത് കൺഫേം ആയിട്ടില്ല, അതുകൊണ്ട് പറയാത്തത്. അതായത് റീവാലുവേഷൻ്റെ 10% മാർക്ക് കൂടിയാൽ നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു തരുന്നതായിരിക്കും. അത് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. തുല്യതയുടെ കാര്യം എനിക്ക് ഉറപ്പില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് കമൻസിൽ അറിയിക്കാം. ഓക്കെ ആണല്ലോ? കാരണം 10% മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 80-ൽ 8 മാർക്ക് കൂടിയാൽ, 8 മാർക്ക് റീവാലുവേഷന് ശേഷം കൂടി, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പം ഫോർ എക്സാമ്പിൾ 60 മാർക്ക് കിട്ടി, റീവാലുവേഷൻ കൊടുത്തതിന് 68 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പൈസ തിരിച്ചു കിട്ടും. അത് നിങ്ങൾക്ക് ആ സ്കീമുണ്ട്, ഉറപ്പാണ്, അത് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾ നല്ലോണം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ ഒരു സ്കീമുണ്ട്, അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? റീവാലുവേഷൻ്റെ ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ആണ് സ്ക്രൂട്ടിനി. നമ്മളൊരു ഡിഫറൻസ് ഉണ്ട്, അതും കൂടി മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്നാൽ നിങ്ങളുടെ പേപ്പർ, നിങ്ങളുടെ ആൻസർ ഷീറ്റ്, മാർക്ക് അടക്കം നിങ്ങൾക്ക് എന്ത് തരും, ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ ആണല്ലോ? സൂക്ഷ്മ പരിശോധന സിമ്പിളാണ്. സൂക്ഷ്മ പരിശോധനയാണ് ടഫ്. സ്ക്രൂട്ടിനി, എന്താണ് സ്ക്രൂട്ടിനി? അതായത് നിങ്ങളെ മാർക്കുകൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ഒന്നെല്ലാം ചെക്ക് ചെയ്യും. അതായത് എല്ലാ മാർക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ടാബുലേഷൻസിലായിട്ട് എന്തെങ്കിലും എറർ പറ്റിയിട്ടുണ്ടോ. സപ്പോസ് ഒരു കുട്ടി, നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഉറപ്പാണ് A+ കിട്ടുന്ന കുട്ടി, ബാക്കി എല്ലാത്തിനും A+, പെട്ടെന്ന് ഒന്ന് മാത്രം C+ ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ A+ എഴുതിയിട്ടുണ്ടെന്ന കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റീവാലുവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്തോ ക്ലിയറിക്കൽ മിസ്റ്റേക്സ് ആയിരിക്കും, അത് നിങ്ങൾക്കറിയാമല്ലോ. സോ അങ്ങനത്തെ കേസിൽ സ്ക്രൂട്ടിനിക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ എല്ലാ മാർക്കും, അതായത് നിങ്ങളുടെ പേപ്പറിൽ കൊടുത്ത മാർക്ക് എല്ലാം ഒന്നും ചെക്ക് ചെയ്യും, കറക്റ്റാണോ, അത് തന്നെയാണോ സൈറ്റിലേക്ക് എൻ്റർ ചെയ്തത്, ഓക്കെ, ടാബ്ലറ്റ് ചെയ്ത് കറക്റ്റാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്, അഥവാ സൂക്ഷ്മ പരിശോധന. ഇതിനെന്താണ് പൈസ കുറച്ച് കുറവാണ്, കാരണം അത് റീവാലുവേഷൻ ചെയ്യുന്നില്ല. ശ്രദ്ധിക്കണേ, മാർക്കൊന്നും ആരും മാറ്റില്ല. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനാണ് നോക്കുമ്പോൾ ഫസ്റ്റ് ടീച്ചർ വാല്യൂ ചെയ്ത അതേ മാർക്കിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. മാർക്കിന് ഒരു മാറ്റവും പറ്റില്ല. നിങ്ങൾ ഏത് മാർക്ക് ടാബ്ലറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്ക്രൂട്ടിനിയിൽ നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് മുമ്പ് പ്രിൻസിപ്പളുടെ കയ്യിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ എന്താ ഉള്ളത്, ഇത് ഫോർമാറ്റ്, ഇതിൻ്റെ ഫോം തന്നാൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതറിയാത്ത കുറേ പേരുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞത്. ഇതാണ് റീവാലുവേഷൻ്റെ ഫോം. ഏകദേശം സെയിം തന്നെയാണ്. നെയിം ഓഫ് ദി എക്സാമിനേഷൻ, എന്താ നെയിം ഓഫ് ദി എക്സാമിനേഷൻ? ഹയർ സെക്കൻഡറി. നിങ്ങളിപ്പോൾ +1 ആണെങ്കിൽ ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാമിനേഷൻ May 2024.
ഓക്കെ, അത് തന്നെ എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക. നെയിം ഓഫ് ദ എക്സാമിനേഷൻ അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ എന്താണോ കറക്റ്റ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ ഇവിടെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇത് അവർ ഫില്ല് ചെയ്യണം, നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര് നിങ്ങൾ എന്താ ഹോൾ ടിക്കറ്റിൽ എന്താ കൊടുത്തത് അത് തന്നെ ഇവിടെ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ ഹോൾ ടിക്കറ്റ് നോക്കാം. നെയിം ആൻഡ് സെൻറ്റർ ഇതും ഹോൾ ടിക്കറ്റിലുണ്ട്. സ്കൂൾ കോഡ് സംശയമാണെങ്കിൽ എന്ത് ചെയ്യുക, സ്കൂൾ കോഡ് മിക്കവാറും ഉണ്ടാവും, കാരണം സെൻറ്ററും സ്കൂൾ കോഡും സെയിം ആയിരിക്കും. എന്നാൽ എന്താ നോക്കിയിട്ട് ഏതാ റവന്യൂ ഡിസ്ട്രിക്ട് നിങ്ങളുടെ ജില്ല ഏതാണോ അതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സീരിയൽ നമ്പർ 1 ഇടുക. പാർട്ട് അത് ഡൗട്ടുള്ള സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പാർട്ട് 1 അങ്ങനെയാണ്. അപ്പം നിങ്ങൾ സബ്ജക്റ്റ് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ കൊടുക്കാൻ പോകുന്നത് അത് ഏത് പാർട്ടാണ് നോക്കുക. അല്ലെങ്കിൽ 1, 2, 3 3 പാർട്സ് ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ നോക്കാം, ഹോൾ ടിക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നോക്കി അതിൻ്റെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഏതൊക്കെ സബ്ജക്റ്റ് ഏത് പാർട്ടിൽ പെടുന്നതാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് കൺഫേം അല്ല. പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 ലാംഗ്വേജും ബാക്കി എല്ലാ സബ്ജക്റ്റും പാർട്ട് 3 വരുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഓർമ്മ ശരിയാണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്ത് ചെയ്യാം, കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കമൻസിന് പറഞ്ഞില്ലേ 2 കാര്യങ്ങൾ, റീവാലുവേഷൻ്റെ ആ റിട്ടേൺ ഉള്ളതും ഞാൻ കമൻസിൽ കിട്ടിയാൽ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ, അത് കൊടുക്കുക. നെയിം ഓഫ് ദ പേപ്പർ, അതായത് സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് 3 സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എത്ര സബ്ജക്റ്റാണ് റിവാലുവേഷൻ കൊടുക്കണം അതൊക്കെ കൊടുക്കുക. വേണമെങ്കിൽ 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് റിവാലുവേഷൻ കൊടുക്കുക. സ്കോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്കോറാണോ കിട്ടിയത് അത് എഴുതി കൊടുക്കാൻ. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എന്താ സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് ഫില്ല് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതാകുമ്പോൾ അവർക്ക് നിങ്ങളുടെ പ്രേരക മാർക്കൊക്കെ നിങ്ങൾക്ക് നല്ലോണം പറഞ്ഞുതരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ മതി, ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സി മാർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ മാർക്ക് ഇടുന്നത് എന്നുള്ളത് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. അതായത് നിങ്ങളിപ്പോൾ എന്താ 80 മാർക്കിലെ മാർക്കാണോ പറയുന്നത് അതോ 100 മാർക്കിലെ മാർക്കാണോ പറയുന്നത്, ജസ്റ്റ് എന്ത് ചെയ്യുക ഔട്ട് ഓഫ് 100 കൂടി എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി 100 മാർക്ക് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വെദർ കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് ആൻഡ് റേസ്. പിന്നെ എന്താണ് വെദർ അപ്ലൈഡ് ഫോർ സ്ക്രൂട്ടിനി, അത് നിങ്ങൾ സ്ക്രൂട്ടിനിക്കും കൂടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിൽ യെസ് ഓർ നോ കൊടുക്കണം. രണ്ടും കൊടുക്കാം, റിവാലുവേഷൻ സ്ക്രൂട്ടിനി ഒരുമിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. നിങ്ങളുടെ അഡ്രസ്സ് 6th കോളത്തിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി കൊടുക്കാം, പിൻകോഡ്, ഫോൺ നമ്പർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഡേറ്റ് അതും കൊടുക്കുക, ഒപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ 850 രൂപയാണെന്നുള്ള ലാസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എവിടെ സബ്മിറ്റ് ചെയ്യുക, പ്രിൻസിപ്പളുടെ കയ്യിൽ 850 രൂപയും കൊടുത്ത് റിവാലുവേഷൻ കൊടുക്കുന്നതിൻ്റെ സബ്മിറ്റ് ചെയ്താൽ മതി. ക്ലിയർ? യെസ്. നെക്സ്റ്റ് എന്നുള്ളത് ഇത് സ്ക്രൂട്ടിനിയാണ്, ഏകദേശം സെയിം തന്നെയാണ് എല്ലാം. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി സെക്കൻഡ് ഡൗട്ട്, റീവാലുവേഷൻ കൊടുക്കണോ വേണ്ടിയോ ആ ഡൗട്ടിലുള്ള കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഓക്കെ, എൻ്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ടീച്ചർമാരെ കൺസൾട്ട് ചെയ്ത് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യം, അതായത് പാസ് മാർക്കോ അല്ലെങ്കിൽ A+ഓ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു 4 or 5 മാർക്കിനാണ് കുറഞ്ഞു പോയതെങ്കിൽ, പാസ് മാർക്ക് അല്ലെങ്കിൽ A+ മാർക്ക്, ഇതൊരു 4 or 5 ഡബിൾ പാസിൻ്റെ കാര്യം നിങ്ങൾ നോക്കണം. ചില കുട്ടികൾ ഡബിൾ പാസിന് ആകെ 2 മാർക്ക് കൂടിയേ വേണ്ടൂ എന്നുള്ളത് അതും ഉണ്ട്. അത് വളരെ ക്ലോസ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ കുട്ടികളാണ് ഞാൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് റീവാലുവേഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. 1 മാർക്കിനൊക്കെ പോയാണെങ്കിൽ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ഈ പാസ് മാർക്കോ ഡബിൾ പാസോ അല്ലെങ്കിൽ A+ഓ 1 മാർക്കോ 2 മാർക്കിനോ പോയാൽ നിങ്ങൾ ഈ റീവാലുവേഷൻ കൊടുത്തോ. ഓക്കെ, കാരണം ജസ്റ്റ് ഒരു എൻ്റെ അഭിപ്രായത്തിൽ 2 or 3 മാർക്കൊക്കെ അവർ ഇട്ട് തരും എന്തായാലും. ഓക്കെ, നിങ്ങൾ തീരെ എഴുതിക്കില്ലെങ്കിൽ മാത്രമേ അവർ ഇടാണ്ടിക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും പറ്റുന്നത്ര നിങ്ങളെ സ്കോർ കൂട്ടാൻ നോക്കിത്തരും. ബട്ട് അധികമില്ല, ഒരു 2 or 3 മാർക്ക് വരെ. അതാണ് ഞാൻ പറഞ്ഞത്, കൂടിപ്പോയ ഒരു 4 മാർക്കാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കുറഞ്ഞു പോയത്, പാസ് മാർക്കോ അല്ലെങ്കിൽ മറ്റേതോ ആവാൻ എന്ത് ചെയ്യുക, നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുക. അതിലും കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നവംബറിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇമ്പ്രൂവ് ചെയ്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണമെങ്കിലും കൂടുതൽ സ്കോർ ചെയ്യാമല്ലോ. പുതിയതായിട്ട് ഒരു എക്സാം ഒന്നുകൂടി എഴുതുന്നതല്ലേ. ഓക്കെ, സോ അതാണ് മെയിൻലി വന്ന ഡൗട്ട്. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേറെ ഒരു ടീച്ചർ കൂടി നിങ്ങൾ സ്കൂളത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറോട് കൂടി ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റ് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. എല്ലാവരും റിസൾട്ടൊക്കെ വന്ന് എന്ത് ചെയ്താൽ എല്ലാവരും നല്ല ഹാപ്പിയാണ്, സാഡായിട്ടിരിക്കേണ്ട. അതായത് നിങ്ങളിപ്പം ഫെയിലായി എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, +1 കുട്ടികളുടെ ഫെയിലായി എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. +2 കുട്ടികളെ ശ്രദ്ധിക്കണം. എന്ത് ചെയ്താണോ നിങ്ങളുടെ എക്സാം ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാൻ ഞാൻ വേണേൽ വീഡിയോ എടുത്തുക. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം +2 കുട്ടികളൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ പറ്റുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പഠിച്ചിട്ട് തന്നെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എക്സാമിൻ്റെ നല്ലോണം പഠിക്കാം. എന്നിട്ട് എക്സാമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കോർ വാങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലത്തെ +1 കൂടെ അതിനുശേഷം അടുത്ത കൊല്ലത്തെ +2 കൂടെ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എക്സാം നല്ലോണം പഠിച്ച് +2 തോറ്റവരോടാണ് ഞാൻ പറയുന്നത്. +2 നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഏത് സബ്ജക്റ്റാണോ പോയത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അത് നിർത്തരുത്. ഇതേപോലെ നിങ്ങൾ 10ാം ക്ലാസ്സിലോ നിങ്ങൾ ശരിക്കും 10ാം ക്ലാസ് പഠിച്ചപ്പോൾ നിർത്തിയതായിരിക്കാം നിങ്ങളെ ഇവിടെ എത്തിച്ചത്. സോ അതേപോലെ ഇവിടെ നിങ്ങൾ നിർത്തരുത്. എന്ത് ചെയ്യാം, എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്യാം. ബാക്കി എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇംഗ്ലീഷ് ചാനലാണ് +2 ക്ലാസ്സസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. റിസൾട്ട് വന്നു. സോ നമ്മൾ +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവർക്കും +1 പോട്ടെ, കാരണം +1 ഞാൻ പറഞ്ഞല്ലോ ചാനൽ തുടങ്ങിയത് തന്നെ ഒരുപാട് ശേഷമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, +1 ക്ലാസ്
പോയി. ഇനി പ്ലസ് ടുക്ക് നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് വൺ ഏകദേശം എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 2 സ്കൂൾ ടോപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ബാക്കി എല്ലാവർക്കും ഒരുപാട് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയ ഒരുപാട് കുട്ടികളുടെ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങളും നല്ലോണം ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, പ്ലസ് 1 കഴിഞ്ഞ കുട്ടികളാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, എൻ്റെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും പ്ലസ് 1 കഴിഞ്ഞവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഉഴപ്പരുത്, ഇത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു ബോധം, ഇത്ര പഠിച്ചാൽ മതിയല്ലേ, ഇത്ര പഠിച്ചാൽ പാസ്സായല്ലേ, അങ്ങനത്തെ ഒരു ബോധം നിങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും, നിങ്ങൾ പ്ലസ് 2 തോക്കും. ഓക്കെ, ഡബിൾ പാസ് ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ ഇരിക്കരുത്. കാരണം നിങ്ങൾക്കുള്ള എക്സാംസ്, നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രിയേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് കോഴ്സിന് പോകുമ്പോൾ ജസ്റ്റ് പാസ് മാർക്ക് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പോകുന്നില്ല. ജസ്റ്റ് പ്ലസ് 2 പാസ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് വെറുതെ സർട്ടിഫിക്കറ്റും പിടിച്ചിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ലോ ആണെങ്കിലോ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിലും ചിലപ്പം സ്പെസിഫൈ ചെയ്ത് പറയും 45% മാർക്ക് വേണം. അപ്പോൾ നിങ്ങൾ എന്താവും, പെട്ടു. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ എന്താണത് ജസ്റ്റ് പാസ് മാർക്കിന് വേണ്ടി നിൽക്കരുത്. പ്ലസ് 1 പാസ് മാർക്ക് ആയിക്കോട്ടെ, പ്ലസ് 2 എന്ത് ചെയ്യും, നമുക്ക് എല്ലാം ടോപ്പ് ആവും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്രാവശ്യം പ്ലസ് 1 തോറ്റു, അതായത് 24 മാർക്ക് കിട്ടിയില്ല അങ്ങനെ പറയാം. ഓക്കെ, കിട്ടാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പേടിക്കേണ്ട. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ക്ലാസ് വേണമെങ്കിൽ പറയാം, ഇംഗ്ലീഷായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, സോ അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയാണെന്നുള്ള കമൻസിൽ അറിയിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്ലാസ്സിന് വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഓൾ. മറ്റെന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻസ് ചോദിക്കാം. ആ 2 കാര്യങ്ങൾ, അതായത് റിവാലുവേഷൻ്റെ റീഫണ്ട് ഉണ്ടോ, എത്ര മാർക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.